നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ഉംറ തീർത്ഥാടനം പുനരാരംഭിക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. നിയന്ത്രണങ്ങളോടെ 3 ഘട്ടങ്ങളായിട്ടാണ് പ്രവേശനം അനുവദിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ സ്വദേശികൾക്കും സൗദിയിലുള്ള വിദേശികൾക്കും മാത്രമായിരിക്കും അനുമതി നൽകുക. സൗദിയിൽ ആദ്യ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പ് മാർച്ച് ആദ്യവാരമാണ് ഉംറ തീർത്ഥാടനം നിർത്തലാക്കിയത്. ഇതേ തുടർന്ന് കോവിഡ് വ്യാപനം കുറഞ്ഞു തുടങ്ങിയതോടെ ഉംറ തീർത്ഥാടനം ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രി മുഹമ്മദ് സാലിഹ് ബന്ദൻ വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ തന്നെ സൗദി പൗരന്മാർക്കും രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികൾക്കും അനുമതി നൽകുന്നതാണ്. രണ്ടാം ഘട്ടത്തിൽ 75% ഇത് ഉയർത്തും. മൂന്നാം ഘട്ടത്തിലാണ് പൂർണ്ണമായും അനുവദിക്കുകയും രാജ്യത്തിന് പുറത്തു നിന്നുള്ള തീർത്ഥാടകർക്ക് ഉംറ നിർവഹിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുക. ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുൻകരുതൽ നടപടികൾ കർശനമായി പാലിച്ചായിരിക്കും തീർത്ഥാടനം ആരംഭിക്കുക. അതേസമയം ഉംറ തീർത്ഥാടകർ മുൻകൂറായി രജിസ്ട്രേഷൻ നടത്തണമെന്ന് മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഭൂരിഭാഗം സേവനങ്ങളും ഓൺലൈൻ വഴി ലഭ്യമാക്കുന്നതാണ്. ഈ അത്തമർന എന്ന ആപ്ലിക്കേഷനിലൂടെ ഉയർന്ന നിലവാരവും സാമ്പത്തിക ഭദ്രതയുമുള്ള സംരംഭങ്ങളായി വളരാൻ പ്രാപ്തരാക്കുമെന്നും മന്ത്രി ബന്ദർ പറയുകയുണ്ടായി. ഈ ആപ്പ് തീർത്ഥാടകർക്ക് അവരുടെ യാത്രകൾ ബുക്ക് ചെയ്യുന്നത് ലളിതമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2019 20.4 ദശലക്ഷം വിശ്വാസികളാണ് ഉംറ നിർവഹിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.